തലസ്ഥാനത്തെ ഭക്തിസാന്ദ്രമാക്കി മുരുക ഭക്ത മഹാസംഗമം രണ്ടാം ദിനം പിന്നിട്ടു. വൈകുന്നേരം തിരുവനന്തപുരം പൂജപ്പുര മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടി നാളെ സമാപിക്കും. ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച മുരുക ഭക്ത മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് പൂജപ്പുര മൈതാനിയിൽ എത്തിച്ചേർന്നത്. രണ്ടാം ദിന പൊതുസമ്മേളനം മുൻ DGP ടി പി സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുക്കൾ തിരിച്ചറിവോടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ഹിന്ദു നാമധാരികളായതുകൊണ്ട് മാത്രം ഹിന്ദു ആയിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള വേല് ശരിയായിട്ട് ഉപയോഗിക്കണം. ഈ VD സതീശനെ പോലുള്ളവരെ തോൽപ്പിക്കാനായിട്ട് ഹിന്ദുക്കൾ വോട്ട് ചെയ്യണമെന്ന്, ജയത്തിന് അടുത്തെത്താം എന്നുള്ള സീറ്റുകളിൽ ഒഴികെ കുറച്ച് സീറ്റുകളിലെങ്കിലും ഹിന്ദുവിന്റെ ഒന്നാം നമ്പർ ശത്രുവായിട്ട് വർത്തിക്കുന്നത് അഹിന്ദുക്കളല്ല, ഹിന്ദു നാമധാരികളാണ്. മുരുക സംഗമത്തിന്റെ ചരിത്രവും അദ്ദേഹം വിവരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് വിശിഷ്ട സാന്നിധ്യമായി. മുരുക ഭക്ത മഹാസംഗമം ദേശീയ മുന്നേറ്റമായി മാറുമെന്ന് മേയർ പറഞ്ഞു. ഗണേശോത്സവത്തിന്റെ പേരിൽ ദേശീയതയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഡോക്ടർ ബാലഗംഗാധര തിലകൻ നടത്തിയ ഒരു മുന്നേറ്റം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയെങ്കിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു തരത്തിൽ നമ്മുടെ ദേശീയതയെ സംഘടിപ്പിക്കുകയാണ് ഗോപാൽജിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മുരുക ഭക്ത സംഗമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാളെ ഒരു ദേശീയ മുന്നേറ്റമായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. LMRK ക്യാപ്റ്റൻ രജിത് കുമാറിന്റെ നേതൃത്വത്തിൽ LVA പ്രയറും സംഘടിപ്പിച്ചു. ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M ഗോപാൽ, മുരുക ഭക്ത മഹാസംഗമം കോർഡിനേറ്റർ KP സാജു, സ്വാമി രാജവൈദ്യ മോഹൻലാൽ, മോനി ശ്രീകണ്ഠേശ്വരം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.